സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇന്ന് അവരുടെ 13ാമത്തെ മത്സരത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി ലക്നൗ മത്സരത്തിൽ ഡൽഹി ജയിച്ചതോടുകൂടി ലക്നൌവിൻ്റെ സെമി ഫൈനലിലേക്കുള്ള പ്രവേശനം തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം രാജസ്ഥാൻ റോയൽസ് സെമി ഫൈനലിൽ 100% കടക്കുമെന്ന കാര്യത്തിലും ഉറപ്പായി. ഇന്നത്തെ കളി ജയിക്കുന്നതോടുകൂടി 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന പ്ലേ ഓഫിൽ ജയിക്കുന്ന ടീമായിരിക്കും ഡയറക്റ്റ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി ജയിക്കുക രാജസ്ഥാന് വളരെ പ്രധാനവുമാണ്. ഇംഗ്ലണ്ട് താരം ബട്ട്ലറിനെ ഇംഗ്ലീഷ് തിരിച്ചു വിളിച്ചതോടുകൂടി ഒരു ബാറ്റ്സ്മാൻ്റെ കുറവ് രാജസ്ഥാന് നിലവിലുണ്ട്. നിലവിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ബട്ട്ലറുടെ സേവനം നഷ്ടമാകുന്നതോടുകൂടി ഒരു നല്ല ഓപ്പണർ ബാറ്റ്സ്മാനും കൂടിയാണ് രാജസ്ഥാന് നഷ്ടമായിരിക്കുന്നത്. അതിന് പകരക്കാരനായ ഒരാളെ തന്നെ ഇനി രാജസ്ഥാന് പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രാജസ്ഥാന് മാത്രമല്ല കേട്ടോ അങ്ങനെ താരങ്ങളെ നഷ്ടമായിട്ടുള്ളത്, ചെന്നൈക്കുമൊക്കെ നഷ്ടമായിട്ടുണ്ട്. അടുത്ത മാസം നടക്കുന്ന 2020 വേൾഡ് കപ്പിൻ്റെ ഭാഗമായാണ് പല രാജ്യങ്ങളും അവരുടെ പ്ലെയേഴ്സിനെ തിരികെ വിളിച്ചിരിക്കുന്നത്. വേണ്ടത്ര പരിശീലനമൊക്കെ കൊടുത്ത് തങ്ങളുടെ ടീമിനെ സജ്ജമാക്കുക എന്നൊരു ഉദ്ദേശമാണ് അതിനുള്ളത്. ഇതുവരെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്ന ടീമുകളാണ് പഞ്ചാബ്, മുംബൈ, ഗുജറാത്ത്, അതുപോലെ ഒരു പരിധിവരെ ലക്നൗ. ഈ 4 ടീമും ഓൾറെഡി പ്ലേ ഓഫ് കാണാതെ ഔട്ടായിരിക്കുകയാണ്. ഇനി സാധ്യത കാണുന്നത് ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി, ബാംഗ്ലൂർ. ഈ ടീമുകളിൽ 2 പേരും കൂടി പുറത്താകും. നിലവിൽ 2 ടീമുകൾ മാത്രമാണ് ഇതുവരെ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും കൽക്കട്ട നൈറ്റ് റൈഡേഴ്സുമാണ് നിലവിൽ പ്ലേ ഓഫിലേക്ക് 100% പ്രവേശിച്ചിരിക്കുന്നത്. നിലവിൽ 19 പോയിൻ്റോട് കൂടി കൽക്കട്ട നൈറ്റ് റൈഡേഴ്സാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പോയിൻ്റ് ടേബിൾ അടിസ്ഥാനത്തിൽ. രാജസ്ഥാന് ഇനി അതിനെ മറികടക്കണമെങ്കിൽ ഇന്നത്തെ കളിയും ഇനി നടക്കാൻ പോകുന്ന കൽക്കട്ടയും രാജസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാജസ്ഥാന് പോയിൻ്റ് ടേബിൾ അടിസ്ഥാനത്തിൽ 1ാമതോടുകൂടി പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർക്ക് ഒട്ടും നിരാശ വരാത്ത രീതിയിലാണ് സഞ്ജു സാംസൺ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. 2024 ഈ IPL-ൽ 5ാം സ്ഥാനത്താണ് റൺ വേട്ടയിൽ സഞ്ജു സാംസൺ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ അത് 2ാം സ്ഥാനവും നിലനിർത്താനായേക്കും. നിലവിലെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലും നല്ലൊരു അഭിപ്രായം തന്നെയാണ് സഞ്ജു സാംസനെ പറ്റി പറയുന്നത്. ചില സമയങ്ങളിൽ അടുത്ത ഇന്ത്യയുടെ നായകനാകാനുള്ള കഴിവ് വരെ ഉണ്ട് എന്നുവരെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല സമയങ്ങളിലും നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ നായകനായി വരാറുണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. നിലവിലെ ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യക്കായും ഒരുപടി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ക്യാപ്റ്റനാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.